ഹലോ ഫ്രണ്ട്സ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി ആയാലോ? അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ്. അതിനാദ്യം സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. പിന്നെ ഞാൻ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് കനം കുറച്ചരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ. വെളുത്തുള്ളിയുടെ മെഷർമെൻറ്റൊക്കെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 4 ചെറിയ തക്കാളിയാണ്. നിങ്ങളുടെ അടുത്ത് വലിയ തക്കാളിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. ഇതിൻ്റെ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂണ് ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ട്. ഉപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഇപ്പോൾ, അത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴണ്ടി വരുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വേഗത്തിൽ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയിട്ട് വേണം ഇടാനേ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി, നന്നായിട്ട് അതിൻ്റെ പച്ച ചുവന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലാസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒന്നിച്ചാണ് ആഡ് ചെയ്യുന്നത്, വേറെ വേറെ സെപ്പറേറ്റ് അല്ല, ഒന്നിച്ചാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ച് നമുക്ക് വാടി കിട്ടിക്കോളും. അത് നന്നായിട്ട് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടി പിടിക്കാതെ നോക്കണേ. ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഈ വാടി വന്നതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ചിക്കനുള്ള മസാലയാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാനൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 ഗ്ലാസിൻ്റെയും താഴെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ അത് വെന്ത് വരുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 2 വിസിൽ മതിയാവും. 2 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇതിൽ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി വാട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ചിക്കൻ കറി വീട്ടിലാരില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ.